ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 350 ഗ്രാം വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് പറയുന്നത് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിന്റെ രണ്ടറ്റവും മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരുപാട് കളർ മാറി പഴുത്തു പോയത് എടുത്തിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊരു കളർ മാറ്റമൊക്കെ ഉള്ളത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് ഈ ഒരു കട്ടിക്കാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ച് അരിഞ്ഞിട്ടില്ല, എന്നാൽ ഒരുപാട് കനം കൂടി പോയിട്ടുമില്ല. ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വട്ടത്തിലോ അതുപോലെ തന്നെ നീളത്തിലോ ഒക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സവാള ഒരു 3-4 മിനിറ്റ് ഒക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ കോവയ്ക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കോവയ്ക്കയിൽ അത്യാവശ്യം ഒരു വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുമായിരുന്നു ചെറിയ തീയിലിട്ടിട്ട്. ഇപ്പൊ തുറന്നു നോക്കിയിട്ട് നമ്മൾ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കോവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് വേവാൻ ബാക്കിയുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഇതൊരു 3-4 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കോവയ്ക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോവയ്ക്ക് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇത് തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയാൽ നമ്മൾ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എത്രത്തോളം ഇത് ഡ്രൈ ആക്കി എടുക്കണോ അത്രത്തോളം നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു പരുവത്തിലാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണം, അതായത് ഒരുപാട് മുരിഞ്ഞ് ഫ്രൈ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് ഈ ഒരു പരുവത്തിൽ ഇഷ്ടമാണ്, അതായത് പുറം അത്യാവശ്യം നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ അകം കുറച്ച് സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.